ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇത് കണ്ടിട്ട് ടൂറ് പോവാന്ന് കരുതണ്ട കേട്ടോ. ഞങ്ങൾ എവിടെ പുറത്ത് പോകുമ്പോഴും ജസ്റ്റ് ഒരു 2-3-4 വാട്ടർ ബോട്ടിൽ കൈ കരുതും കേട്ടോ. പിന്നെ അതിന് ശേഷം വേണമെങ്കിൽ കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കൊള്ളും. അപ്പോൾ ഞങ്ങൾ പോണത് KMCT ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പല്ല് കാണിക്കാനും വേണ്ടിയിട്ടാണ് പോണത്. ഇന്ന് ഇഷ്മോൾക്ക് സ്കൂളിൽ ലീവാക്കിയതാണ് കേട്ടോ. അങ്ങനെ അവൾ ഞങ്ങളെ കൂടെ പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. എന്നാലേ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണമല്ലോ. ഇവിടെ വഴിയിൽ നിർത്തിയത് എന്തോ ഒരു വണ്ടിയുടെ ആക്സസറീസ് വാങ്ങിക്കണം പറഞ്ഞാണ്ട് അങ്ങനെ ഇവിടെ നിർത്തിയതായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ നോമ്പിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരു പല്ലിന് കേട് വന്നാൽ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കട്ടോ നമ്മളെ. നമ്മൾ ഓരോ ദിവസവും നമ്മളതങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പല്ലൊക്കെ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ലീവ് എടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങളെ കൂടെ പോരാണ് കേട്ടോ. പിന്നെ ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകാനൊരു ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഞങ്ങളെ കൂടെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ ചുറ്റുപാടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഓരോ സെക്ഷനായിട്ടോ, പിന്നെ വുമൻസ് ഹോസ്പിറ്റൽ, ചൈൽഡിൻ്റെ ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ബ്ലോക്ക് മാതിരിയാണ്. പിന്നെ ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്മോൾ കണ്ടില്ലേ ടാബ് കൂടെ കൊണ്ടുവരുന്നത്, അപ്പോൾ അതും കണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ ഫീ വരുന്നത് വെറും 20 രൂപ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ പല്ല് മാത്രം കാണിക്കാമെന്നാണ് കേട്ടോ കരുതിയിരുന്നത്. പിന്നെ ഹസ്ബൻഡിനും ചെറിയൊരു കേടുപാടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനും കാണിക്കാനാണ് അങ്ങനെ എടുത്തു. ഈ റൂം നമ്മൾ ആദ്യം ഒന്ന് ഒബ്സർവേഷൻ നടത്തും കേട്ടോ. അതിന് ശേഷമാണ് അവർ വേറെ റൂമിലേക്ക് മാറ്റും നമ്മളെ. അപ്പോൾ ആദ്യം നമ്മൾ വരുമ്പോഴത്തേന് തന്നെ നമ്മളെ ലിസ്റ്റും കാര്യമൊക്കെ അവിടെ ഏൽപ്പിക്കണം. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കാണിച്ച് ഇഷ്മോക്ക് ബോറടിക്കൽ തുടങ്ങിയാണ്. അവളങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാർഡ് കിട്ടിയതാണ് കേട്ടത്. ഇത് നമ്മളെ കയ്യിൽ കരുതണം, മറ്റേത് അവരെ കയ്യിലും കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നിനായിട്ട് ഇങ്ങനെ വിളിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ തന്നെ ചെറിയൊരു സെറ്റപ്പിൽ കടയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് സ്കാനിങ് എടുക്കേണ്ടി വന്നു കേട്ടോ. എക്സ്റേ എടുക്കാൻ വന്നിട്ടോ. അപ്പോൾ ഗോൾഡൊന്നും പറ്റില്ല എന്നാണ്ട് അപ്പോൾ ഞാനങ്ങനെ ഗോൾഡൊക്കെ ഓരോന്നായിട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹസ്ബൻഡിനും എക്സ്റേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ എക്സ്റേ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എക്സ്റേൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്മോൾ കണ്ടില്ല ബോറടിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ സമയമൊക്കെ അവൾ ടാബമ്മ സ്പെൻഡ് ചെയ്ത് പിന്നെ അവൾക്ക് മടുക്കൽ തുടങ്ങി. എനിക്ക് എക്സ്റേക്ക് ക്യാഷ് വന്നത് 385 അങ്ങനെ കണ്ടാണ് കാരണം എനിക്ക് അത്രയ്ക്ക് പല്ലുണ്ടായിരുന്നു കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ 8 പല്ല് റൂട്ട് കനാൽ ചെയ്യാണ്ട്, കാരണം അത്രയ്ക്ക് ഡാമേജ് വന്നേക്കാണ്. ഹസ്ബൻഡിന് 2 പല്ലുണ്ട്, അതുകൊണ്ട് തന്നെ 80 സംതിങ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഷിഫ്റ്റ് ചെയ്ത റൂമാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനെ ഇവിടെ കാണിക്കണം. ഇവിടെ ആദ്യം ഞാനിരുന്നിരുന്നു, പിന്നെ അതിന് ശേഷം ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പല്ലിന് റൂട്ട് കനാൽ ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് അവിടെ 2 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ഹസ്ബൻഡ് അവരോട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ എല്ലായിടത്തും ഒന്നൊന്നുകൊണ്ട് ചുറ്റി വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന അവിടുത്തെ മുറ്റത്തെത്തിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇഷ്മോളൊരു ഫോട്ടോ എടുത്തതാണത്. അതിന് ശേഷം ഞങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചുമരിൻ്റെ ഭാഗത്തായിട്ട് വെള്ളം വീഴുന്നതൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി. പിന്നെ എന്നാൽ ഇങ്ങോട്ട് എത്തിപ്പെടുക കുറച്ചൊരു റിസ്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം എനിക്കൊക്കെ റൂട്ട് കനാൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഒരു പല്ല് ചെയ്താൽ തന്നെ 3 ദിവസം അടുപ്പിച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കല്ല കേട്ടോ പോണത്, റഹ്മത്ത് ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നത്. ഇവിടെ കോഴിക്കോട് വന്ന് എപ്പോഴും ഹസ്ബൻഡിന് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഹോട്ടൽ ഇവിടെ നിന്നാണ് കേട്ടോ, റഹ്മത്ത് നിന്നാണ്. അത് ശരി തന്നെയാണ്, അവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാവിലെ പോകുന്നതല്ലേ, അപ്പോൾ നിസ്കാരമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വഴിയിൽ തന്നെ നിസ്കാര പള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചൊക്കെ പോകുന്നു കേട്ടോ. ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇഷ്മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്ഥലമാണ് കേട്ടോ, ബീച്ചും പാർക്കും. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വൈകുന്നേരമായിരുന്നു കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.